നമസ്കാരം, ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 ചൊവ്വാഴ്ചയാണ്, വൃശ്ചികം 2. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഇനി നമ്മൾ പോകുന്നത് ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളിലേക്കാണ്. 24ന്റെ വിവിധ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്നും ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് പ്രേക്ഷകരോടൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് വാർത്തകൾ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാദങ്ങൾക്കിടെയുള്ള SIR നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് എന്ന ഒരു വാർത്തയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയ നടപടിയിൽ ഹൈക്കോടതിയുടെ ഹിയറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും വലിയ വാർത്ത പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് തിരുവനന്തപുരത്ത്. ഇന്ന് ഏറ്റവും സുപ്രധാനമായി SIRമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന നടപടിക്രമം അത് എന്യൂമറേഷൻ ഫോം വിതരണമാണ്. അത് ഇന്ന് പൂർത്തിയാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി വരെയുള്ള കണക്ക് പ്രകാരം 96%, അതായത് സംസ്ഥാനത്തെ വോട്ടർമാർക്കിടയിൽ 96% എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞു. 2,67,00,000 മുകളിൽ ആളുകൾക്കാണ് ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് കൂടിയാകുമ്പോൾ പൂർണ്ണമായി ഫോം വിതരണം പൂർത്തിയാക്കും. അതിനുശേഷം ഡിസംബർ 4 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഈ പൂരിപ്പിച്ച ഫോം അത് തിരികെ കളക്ട് ചെയ്യാനുള്ള ദിവസമാണ്. അതും വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നുള്ള ഒരു പ്രത്യാശ ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഒരു ഭാഗത്ത് BLOമാർക്ക് നേരിടുന്ന സമ്മർദ്ദം, അവർക്ക് നേരിടുന്ന ജോലിയിലെ ചില പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വാർത്തകളായി പുറത്തു വരുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ സമ്മർദ്ദത്തിന്റെ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റെതിർപ്പുകളും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്യൂമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് നിന്നും വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. പ്രധാനമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വാർത്തയായി വരുന്നത് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടതാണ്. വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഹിയറിംഗ് ഇന്ന് നടക്കും. ഇന്ന് കളക്ടറേറ്റിലാണ് ഹിയറിംഗ് നടക്കുക. പ്രധാനമായി വൈഷ്ണയെ കേൾക്കും. വൈഷ്ണവ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ കേട്ട് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തായാലും വൈഷ്ണയെ കൂടാതെ പരാതിക്കാരൻ, ഒപ്പം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം ഇന്ന് കളക്ടറേറ്റിൽ ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകും. എന്തായാലും പ്രശ്നം തീർപ്പാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുക. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ദുരന്ത വാർത്ത രാത്രിയോടുകൂടി ഉണ്ടായി. ഒരു 19-കാരനെ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി കുത്തിക്കൊന്നു. ആ കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം പോലീസ് നടത്തുകയാണ്. തമ്പാനൂർ പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. സന്ദീപ് എന്ന ആളാണ് കസ്റ്റഡിയിലുള്ളത്. ഈ ഒരു കൂട്ടം കൂടി 2 സ്ഥലങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ അരും കൊലയിലേക്ക്, അതും 19 വയസ്സുകാരനായ അയലൻ എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. എന്തായാലും പോലീസ് ഊർജിതമായി വിഷയം അന്വേഷിക്കുന്നുണ്ട്. കേസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള വ്യക്തി അദ്ദേഹമാണോ കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി ചേർന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും മധ്യ കേരളത്തിലുമായി നിരവധി വാർത്തകൾ ഇന്ന് വരാനുണ്ടല്ലോ. ഒന്ന്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 4ാം പ്രതി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. മറ്റൊന്ന്, TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ട മാതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റൊന്ന്, ഇറാനിലേക്കുള്ള അവയവക്കടത്ത് കേസിൽ അന്വേഷണം NIA തുടരുന്നു. ഈ അവയവക്കടത്തും വിസ ദുരുപയോഗവും ഒക്കെ മൂലം ഇന്ത്യക്കാർക്ക് താൽക്കാലിക വിസ ഇറാൻ നിർത്തിവെച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഈ വാർത്തയും വരുന്നത്.
ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വാർത്തകളാൽ സമ്പന്നമാണ് കൊച്ചി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് വരാനുള്ളത്. അതിൽ ഇന്ന് എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള 4ാം പ്രതിയാണ് ജയശ്രീ. നേരത്തെ ഇവർ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. 60 വയസ്സ് പ്രായമുണ്ട് തനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഇനി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കും. മറ്റൊന്ന് കൊടിസുനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹർജിയാണ്. കൊടിസുനിയെ താനൂർ ജയിലിൽ നിന്ന് തിരിച്ച് കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാതാവാണ് ഹർജി നൽകിയിരിക്കുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മകനെ അടിക്കടി ഈ താനൂർ ജയിലിൽ പോയി കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമായും സർക്കാരിനോട് കോടതി കഴിഞ്ഞ തവണ നിലപാട് തേടിയിരുന്നു. സർക്കാർ ഇന്ന് അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. ഈ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ പുറത്തുനിന്ന് മദ്യം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിനാണ് കൊടിസുനിയെ ജയിൽ മാറ്റിയത്. ഒപ്പം കണ്ണൂർ ജയിലിലെ കൊടിസുനിയുടെ ഒരു സ്വാധീനം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം പരിഗണിച്ചാണ് ജയിൽ മാറ്റം. ആ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനിലേക്കുള്ള അവയവക്കടത്താണ്. പ്രധാന പ്രതി ഇപ്പോഴും NIA കസ്റ്റഡിയിലുണ്ട്, മധു ജയകുമാർ. ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് NIA എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് ആളുകളെ കബളിപ്പിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിലൂടെ ലഭിച്ച അല്ലെങ്കിൽ കബളിപ്പിക്കലിലൂടെ ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നാളെ മധുവിന്റെ കസ്റ്റഡി അവസാനിക്കുമെന്നാണ് ലഭ്യമാവുന്നത്. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ഇന്ന് വരാനുണ്ട്. ഒരു 11 മണിയോടുകൂടി വാർത്തകൾ കൂടുതൽ സജീവമാവുമെന്നാണ് മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മറ്റു വാർത്തകളിലേക്കും മറ്റ് റീജിയൻസിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി. പുലർച്ചെയാണ് പരിശോധന അവസാനിച്ചത്. ശ്രീകോവിലിന്റെ ചുമരിലെ പാളികളും ദ്വാരപാലക ശില്പപീഠങ്ങളും കട്ടിളപ്പാളിയുമാണ് ഇളക്കി പരിശോധിച്ചത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ പരിശോധന തുടങ്ങിയത് മുതൽ പ്രതീഷ് എവിടെയുണ്ടായിരുന്നു? നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് പുലർച്ചെ പരിശോധന അവസാനിപ്പിച്ചത്. നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാളികൾ പഴയതാണോ പുതിയതാണോ, അതിലെന്തെങ്കിലും കൃത്രിമത്വമോ മാറ്റമോ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുണ്ട്. ഈ പരിശോധനയുടെ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴാണ് വരുന്നത്? ക്രിസ്റ്റീന, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശദമായ ശാസ്ത്രീയ പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചത്. നടയടയ്ക്കുന്ന സമയത്താണ് ഈ ശബരിമലയിലെ പാളികൾ ഇളക്കി പരിശോധിച്ചത്. ദ്വാരപാലക പീഠങ്ങളും ഈ ശബരിമലയിലെ ഈ ചുമരുകളോട് ചേർന്നുള്ള 3 ഈ മൺപാളികളും അതിനൊപ്പം തന്നെ ഈ കട്ടിളപ്പാളികളുമാണ് ഈ പരിശോധനയ്ക്കായി SIT സംഘം ശേഖരിച്ചത്. ഈ ശ്രീകോവിലിന് സമീപത്തുള്ള ഒരു മുറിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇടത്തായിരുന്നു ഈ പരിശോധന നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ കൂടുതൽ തെളിവുകൾ SIT സംഘം ശേഖരിക്കുന്നുണ്ട്. ഇന്ന് ഈ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായതോടുകൂടി ഇന്ന് ഇവിടെ നിന്ന് SIT സംഘം മടങ്ങും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പാളികളിൽ നിന്ന് സാമ്പിളുകളും SIT ശേഖരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷമായിരിക്കും ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമാണ് ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്നത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പരിശോധന സന്നിധാനത്ത് നടന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ പരിശോധന പൂർത്തിയായി ഈ ഇളക്കിയെടുത്ത പാളികൾ തിരികെ സോപാനത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവിടെ നിന്ന് SIT സംഘം മടങ്ങും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ പരിശോധനയുടെ ഫലം ഏറെ നിർണായകമാണ്. ഇനി നമ്മൾ വീണ്ടും വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് ഉണ്ട് മലബാർ മേഖലയിലെ വാർത്തകളുമായി. അഭിനന്ദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. യോഗ വേദിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് രാജിവെച്ചു പോകുന്ന സ്ഥാനാർത്ഥി. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നൊരു വാർത്തയും കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനിരിക്കുകയാണല്ലോ അഭിനന്ദ്.
ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഒന്നായിരുന്നു VM വിനു, സംവിധായകൻ VM വിനു. കല്ലായി ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഇന്നലെ പുതുക്കിയ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോഴാണ് മലാപ്പറമ്പ് ഡിവിഷനിലെ വോട്ടറായ VM വിനുവിന് വോട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് കളക്ടറെ അടക്കം ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. എന്തായാലും DCC ഒരു നിയമ നടപടിയിലേക്ക് പോകുകയാണ്. ഈ VM വിനു സ്ഥാനാർത്ഥിയായി അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ ദുഷ്പ്രചരണങ്ങൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് VM വിനുവിന്റെ വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതോ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഇന്ന് സംഘടിപ്പിക്കാനും തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ VM വിനു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഉൾപ്പെടെ സ്ഥാനാർത്ഥി പര്യടനത്തിനിറങ്ങും. തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ആരും ഇതുവരെ തന്നോട് രേഖാമൂലമൊന്നും ആവശ്യപ്പെടാത്ത സ്ഥിതിക്ക് താൻ മത്സര രംഗത്തുണ്ടാകും, സ്ഥാനാർത്ഥി പര്യടനത്തിനടക്കം സജീവമാകുമെന്നാണ് VM വിനു വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയും ചെയ്യും. ഇത് ഇന്നലെ തന്നെ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് 18 വർഷമായി കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടറാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്യുന്ന ഒരു ആൾ എങ്ങനെ അദ്ദേഹത്തിന് സമ്മതിദാനാവകാശം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് VM വിനു. മുട്ടടയിലും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് മുട്ടടയിലെ സ്ഥാനാർത്ഥിക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ അത് ഹൈക്കോടതിയുടെ ഭാഗത്തുമുണ്ടായി. തനിക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും VM വിനു പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ VM വിനു മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. ഇന്ന് മറ്റൊരു നടപടികളിൽ കോൺഗ്രസ് കടക്കുകയാണ്. ഈ UDF പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വോട്ട് എവിടെയെങ്കിലും വെട്ടിമാറ്റിയിട്ടുണ്ടോ, വോട്ട് കൃത്യമായി തന്നെ എല്ലായിടത്തും ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്ന ഒരു സൂക്ഷ്മ പരിശോധന DCCയുടെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രിസ്റ്റീന. ശരി, YS അഭിനന്ദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നതിന് നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഹമാസ് മാതൃകയിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ വൈറ്റ് കോളർ ഭീകര സംഘം പദ്ധതിയിട്ടിരുന്നതായി NIA അറിയിക്കുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടക വസ്തുക്കൾ ഡ്രോണിൽ നിറച്ച് ഇവർ പരീക്ഷണം നടത്തിയിരുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ ഇന്ന് ചേരുന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കുമെന്ന വാർത്തയുമുണ്ട്. രാജ്യതലസ്ഥാനത്ത് നിന്ന് പൊതുവായ ദേശീയ വാർത്തകൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്തു നിന്നും ഇന്ന് ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം, അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വൈറ്റ് കോളർ സംഘത്തിന് വലിയ ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്താൻ പദ്ധതിയുണ്ടായിരുന്നു എന്നാണ് NIA അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ തെളിവ് ലഭിച്ചത് അനന്ത്നാഗ് സ്വദേശിയായ ഡാനിഷ് എന്നയാൾ. ഇയാൾ ഈ സംഘത്തിന് വേണ്ടി ഈ റോക്കറ്റുകൾ ഒപ്പം തന്നെ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇന്നലെ വൈകിട്ട് NIA ജമ്മു കശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർണായകമായ തെളിവുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് NIAക്ക് ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് NIA നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണ് ഇത്. ഇത്തരത്തിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള പരീക്ഷണം നടന്നു വരുന്നതിനിടെയാണ് കാർ ഉപയോഗിച്ച് ഒരു ചാവേർ ആക്രമണം ഡൽഹിയിൽ നടത്തിയത്. സമാനമായി 6 ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താനായിരുന്നു ഈ സംഘത്തിന് പദ്ധതി എന്നും ഈ സംഘത്തിന്റെ ശൃംഖല നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് എന്നുമുള്ള ഒരു കണ്ടെത്തലാണ് NIA നടത്തിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ ഇതിനായുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 1 മാസത്തിലേറെയായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള കാൽവെപ്പ് ഇന്ന് ഉണ്ടാകും. ഇന്ന് പട്നയിൽ ചേരുന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി ഔപചാരികമായി തെരഞ്ഞെടുക്കും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരാൻ നേരത്തെ തന്നെ ധാരണയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ തവണയ്ക്ക് സമാനമായി തന്നെ BJPയുടെ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. നിതീഷ് കുമാറിന്റെ JDUവിന് 14 മന്ത്രിസ്ഥാനങ്ങളും BJPക്ക് 15 മന്ത്രിസ്ഥാനങ്ങളും ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന സാധ്യത. അതേസമയം LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കും എന്നാണ് വിവരം. LJP ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകി തൃപ്തിപ്പെടുത്താനുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. HAM-നും കുശാവഹയുടെ പാർട്ടിക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതമായിരിക്കും നൽകുക. 6 MLA-മാർക്ക് 1 മന്ത്രി എന്ന രീതിയിലാണ് നിലവിൽ എത്തിയിരിക്കുന്ന ധാരണ. ഒപ്പം തന്നെ ഇന്ന് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് തീരുമാനം. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് NDA നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതോട് ഒപ്പം തന്നെയാണ് ഇന്ന് SIR-മായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി കോൺഗ്രസിന്റെ നേതൃയോഗം
ഡൽഹിയിൽ ചേരുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കൂടാതെ പാർട്ടി അധ്യക്ഷന്മാർ, സഭാകക്ഷി നേതാക്കൾ തുടങ്ങിയവരെയാണ് ഈ യോഗത്തിനായി വിളിച്ചിരിക്കുന്നത്. SIR നടപടികൾ നിലവിൽ കേരളമടക്കമുള്ള 12 ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇവിടങ്ങളിലെ സാഹചര്യം, അതിനെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെയുള്ള പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇന്നോ നാളെയോ ഭാര്യയുടെയും മാതാപിതാക്കളുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന BJP RSS നേതാക്കളെ ചോദ്യം ചെയ്യുക. തുടർന്നായിരിക്കും ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. അതേസമയം കസ്റ്റഡിയിലെടുത്ത ആനന്ദിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പൂജപ്പുര പോലീസ് തീരുമാനിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലെ പനങ്ങാട്ടേല ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ BJP നിലവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശാലിനി സനലിനെ തന്നെയാണ്. ശാലിനി കഴിഞ്ഞ ദിവസം സീറ്റ് നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയിൽ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. പ്രാദേശിക നേതൃത്വവുമായും കൂടിയാലോചിച്ച ശേഷമാണ് ശാലിനിയെ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ശാലിനിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രദേശത്ത് എവിടെയും ഭിന്ന അഭിപ്രായമില്ലെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശവുമുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറിയേക്കില്ല. കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ബാധകമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ കോടതി വിധി തള്ളിയ ഷെയ്ഖ് ഹസീന ഇന്ത്യ വിടില്ലെന്ന് അറിയിച്ചു. തനിക്കെതിരായ നടപടികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ചേർന്ന് തന്നെ ശിക്ഷിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണിതെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾക്കാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. വിധിക്ക് പിന്നാലെ ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡിസൈൻ തെരഞ്ഞെടുത്തതിൽ അപാകതയെന്ന ആക്ഷേപം ഗ്രാഫിക് ഡിസൈനറും സംവിധായകനുമായ ആഹ്ലാദ് PS ആണ് ചലച്ചിത്ര അക്കാദമിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മുൻകൂട്ടി നിശ്ചയിച്ച ഏജൻസിയുടെ ഡിസൈൻ ചലച്ചിത്രമേളയുടെ മുഖചിത്രമായി തെരഞ്ഞെടുത്തെന്നാണ് പരാതി. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡിസൈൻ ജൂറി തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വിവാദം. അക്കാദമി ഡിസൈൻ ക്ഷണിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 6-നാണ് പരാതിക്കാരൻ 4 ടൈപ്പോഗ്രഫി അടങ്ങുന്ന ഡിസൈൻ സമർപ്പിച്ചത്. വന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുവെന്ന് അറിയിക്കുകയും തിരുത്തലുകൾ അക്കാദമി നിർദ്ദേശിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മറ്റൊരു ഏജൻസിക്ക് ഇരട്ടി തുകയ്ക്ക് കരാർ നൽകിയെന്നാണ് പരാതി. അപ്പോൾ നേരത്തെ ഈ വർക്ക് അവർ ഫൈനൽ ചെയ്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എൻ്റെ ഡിസൈൻസ്, എൻ്റെ ഗംഭീരം എന്ന് പറഞ്ഞ അവിടെ കളർ സ്കീമുകളൊക്കെ പലപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പുതിയ ഡിസൈൻസിൽ ഉൾക്കൊള്ളുകയും എൻ്റെ ഓപ്ഷൻസിലെ പല സാധനങ്ങൾ, ചില എലിമെൻറ്റ്സ് ഈ പുതിയ ഡിസൈനിൽ വരികയും ചെയ്തു. എന്താണെന്ന് അറിയില്ല. അങ്ങനെ ചെറിയൊരു വിഷയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട എൻട്രികളിൽ രണ്ടാമതായിരുന്ന ഡിസൈനാണ് ജൂറി തിരഞ്ഞെടുത്തതെന്നും ആഹ്ലാദ് പറയുന്നു. രൂപകൽപ്പനയുടെ തുടർച്ചാ ചിത്രങ്ങളടങ്ങിയ ഫയലുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാനും ജൂറി അംഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെടാത്ത ചിത്രത്തിനായി പ്രതിഫലമില്ലാതെ കലാകാരനെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ചതും വഞ്ചന. തന്റെ വർക്കുകളിലെ കളർ തീമും ഓപ്ഷനും ഉൾപ്പെടെ പലതുമെങ്ങനെ ജൂറി നിലവിൽ തിരഞ്ഞെടുത്ത വർക്കിൽ വന്നെന്നും പരാതിക്കാരൻ ചോദിക്കുന്നു. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ ആരംഭിച്ച നേതൃത്വം. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ വിഷയം മുതിർന്ന നേതാക്കളുമായി DCC പ്രസിഡന്റ് ചർച്ച ചെയ്യും. നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മുന്നോട്ട് പോകാനാണ് നിലവിലെ ആലോചന. തർക്കങ്ങൾ പരിഹരിക്കാൻ ഇതിനോടകം തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചു. ഇടഞ്ഞു നിൽക്കുന്ന DCC ജനറൽ സെക്രട്ടറിയെ കീഴ്മാട് ഡിവിഷൻ സ്ഥാനാർത്ഥി മുക്താർ നേരിൽ കണ്ട് സംസാരിച്ചു. അതേസമയം പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് സൂചന. വിഷയത്തിൽ ഉടൻ പ്രശ്നപരിഹാരം വേണമെന്ന് ആവശ്യം. ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിനെതിരെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റിനും AICCക്കും പരാതി നൽകിയത്. കീഴ്മാട് ഡിവിഷനിൽ പേയ്മെന്റ് സീറ്റ് വന്നെന്നാണ് ആരോപണം.
എറണാകുളം ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടുത്ത അതൃപ്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ശശിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രരായി മത്സരിക്കാൻ ഒരുങ്ങുന്നെന്നാണ് സൂചന. അർഹതപ്പെട്ട സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രവർത്തകർ നിഷേധിച്ചതിനെ തുടർന്ന് മുൻ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ശശി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സ്വന്തമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീങ്ങുകയാണ്, മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ഓമന ശശിക്ക് പാർട്ടി സംവിധാനങ്ങളോട് പറയാനുള്ളത് അങ്ങേയറ്റത്തെ അതൃപ്തിയും തനിക്ക് നേരിട്ട അനീതിയെക്കുറിച്ചുമാണ്. ഏതായാലും ഇപ്പോൾ ഓമന ശശി തന്നെ 24-നോടൊപ്പം ചേരുന്നുണ്ട്. ശശി, എങ്ങനെയാണ് ഈ പാർട്ടിയിൽ നിന്ന് വിട്ട് സ്വന്തമായി മത്സരിക്കാമെന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോൾ? ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഇതിലുണ്ടായ ഒരു മൊത്തത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഇതെന്നുള്ളത് നമുക്കൊന്നും അറിയില്ലല്ലോ. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വാർഡ് കമ്മിറ്റി തീരുമാനമെടുത്ത ഒരു സ്ഥാനാർത്ഥിക്കും സീറ്റ് കൊടുക്കാണ്ട് പാർട്ടിയിലൊന്നുമില്ലാണ്ട് പ്രവർത്തിക്കാണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സീറ്റ് കൊടുത്തത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാത്തത്. രാത്രി 10:30 മണി വരെയും ഓമന ശശിയുടെ പേര് തന്നെയായിരുന്നു. 10:30 മണി കഴിഞ്ഞപ്പോൾ പോർ കമ്മിറ്റിയിൽ ആണ് ഈ തീരുമാനം മാറി മറിഞ്ഞത്. ശരിക്കും പോർ കമ്മിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്കറിയില്ല. നമുക്ക് ആ പോർ കമ്മിറ്റിയുടെ വിലയും അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്തായാലും മത്സരരംഗത്തുനിന്ന് പിന്മാറുന്നില്ല. ഈ ചോറ്റാനിക്കരയിലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇപ്പോൾ താങ്കളുടെ കാര്യം മാത്രമല്ല, മറ്റ് പല കോൺഗ്രസ് നേതാക്കളുടെയും നേരത്തെ മത്സരിച്ചവരുടെയൊക്കെ പേരുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങളെ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ളത് ആരാന്നാണ് കരുതുന്നത്? അത് ചില തൽപര കക്ഷികളുണ്ട്. പാർട്ടി നേതൃത്വമല്ല എന്നെനിക്ക് വ്യക്തതയുണ്ട്. ഈ പോർ കമ്മിറ്റിയിലുള്ള ചില വ്യക്തികൾ ഒരിക്കലും അതിൻ്റെ അകത്ത് നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്നവരാരുമല്ല അത് ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ ഒപ്പം ഈ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തയ്യാറായ ചേച്ചി മാത്രമേ ഉള്ളൂ? അത് കമ്മിറ്റിയിൽ നിന്ന് വേറെ ആളുകളുണ്ടോ? എത്ര പേരുണ്ടാവും? അതെനിക്ക് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങളെ വിളിക്കും, അവർ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ച് എത്ര പേരുണ്ടെന്നുള്ളത് പറയാം. അതായത് കോൺഗ്രസ് വിമതരായിട്ട് അവർ മത്സരിക്കൂലേ? കോൺഗ്രസ് ഞങ്ങളെല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഇനിയും എനിക്ക് എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ ഒരു പാർട്ടി ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയാണ് ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ചോറ്റാനിക്കരയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ തന്റെ മത്സരം ഒരു പ്രതിഷേധമാണ്, അത് പാർട്ടി നേതൃത്വത്തോടല്ല. ഇതുവരെ തന്റെ ജീവിതകാലം മുഴുവൻ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ആ പാർട്ടി തന്നെ മാറ്റി നിർത്തുമ്പോഴുള്ള വിഷമം കൊണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്റെ ഒരു പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി, അതൃപ്തി അറിയിക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ഓമന ശശി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ മഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സ്കൂളിനെ ഒരു പാർലമെന്റ് മന്ദിരമാക്കി മാറ്റിയാലോ? കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഒരു ദിവസം മന്ത്രിമാരും എംപിമാരും ഒക്കെയായി മാറിയത്. FDFJ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. യൂത്ത് പാർലമെന്റിൽ 51 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 പേർ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരായിരുന്നു. കുടിവെള്ളം, ഭിന്നശേഷി ക്വാട്ടയിൽ അധ്യാപക നിയമനം, സൈബർ പ്രതിരോധം തുടങ്ങി പ്രധാന വിഷയങ്ങളെല്ലാം പാർലമെന്റിൽ ചർച്ചയായി. കൂടാതെ ഏറ്റവും പുതിയ വിവാദ വിഷയമായ വോട്ടർ പട്ടിക പരിഷ്കാരവും പാർലമെന്റ് അങ്കണത്തിൽ കൂലങ്കഷമായ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പ്രസിഡൻഷ്യൽ അഡ്രസ്, സത്യപ്രതിജ്ഞ, മന്ത്രിമാരെ പരിചയപ്പെടുത്തൽ, ചോദ്യോത്തരവേള, അടിയന്തര പ്രമേയം, ക്വാക്കിംഗ് അറ്റൻഷൻ, പ്രസന്റേഷൻ ഓഫ് റിപ്പോർട്ട്, നിയമനിർമ്മാണം, ചരമോപചാരം എന്നിവയെല്ലാം പാർലമെന്റിന്റെ തനത് രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഓരോരുത്തർക്കും മികച്ച അനുഭവമാണ് യൂത്ത് പാർലമെന്റിലൂടെ ലഭിച്ചത്. വളരെ നല്ലൊരു അനുഭവമാണ്. എങ്ങനെയാണ് പാർലമെന്റിൽ ഉണ്ടാവാന്നും അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ പറ്റി. പുതിയതായിട്ട് പല എക്സ്പീരിയൻസും അതേപോലെ തന്നെ പല പുതിയ കാര്യങ്ങൾ അറിയാനും പറ്റി. നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടത് വെറും TV-യിലും പിന്നെ ഫോണിലൊക്കെയാണ്. പക്ഷെ ആദ്യമായിട്ട് ഒരു മിനിസ്റ്ററായിട്ട്, സ്പീക്കറായിട്ട് അങ്ങനെ ആയി ഇരുന്നിട്ട് ഇവിടെ ആ റോള് ഏറ്റെടുത്തിട്ട് അതിന്റെ തന്നെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി. എല്ലാ വിദ്യാർത്ഥികളിലും ജനാധിപത്യ ബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ലക്ഷ്യം ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ജനാധിപത്യ രീതികളെക്കുറിച്ചും പാർലമെന്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പരിജ്ഞാനം നൽകുക കൂടിയാണ് യൂത്ത് പാർലമെന്റിലൂടെ ലക്ഷ്യം വെച്ചത്. 24 കോഴിക്കോട്.
ഒരിക്കൽ ജനപ്രതിനിധിയായാൽ പിന്നെ അധികാരമൊഴിയാൻ താല്പര്യമില്ലാത്തവരാണ് ഏറെയും. എന്നാൽ അവർക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് സിനിമാ പ്രവർത്തകൻ കൂടിയായ ഷൊർണൂർ വിജയൻ. ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ലെന്ന് പറയുന്ന വിജയൻ പുതിയ സിനിമയുടെ തിരക്കഥയുടെ പണിപ്പുരയിലാണ്. സിനിമാ താരം ഷൊർണൂർ വിജയൻ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അഴിച്ചുവെക്കുകയാണ്. രാഷ്ട്രീയ അതൃപ്തിയോ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കുറവോ ഒന്നുമല്ല ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. കാരണം സിനിമയാണ്. സിനിമയോടുള്ള വല്ലാത്ത ആത്മബന്ധം. ഏകദേശം 1980 മുതൽ 95 വരെ ഒരു സജീവ പൊതുപ്രവർത്തനായിരുന്നു ഞാൻ. 95 മുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്ത് സിനിമാ മേഖലയിലേക്ക് പോവുകയും അവിടെ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുകയും 2 സിനിമകൾക്ക് കഥ എഴുതുകയും നിരവധി സിനിമകളിൽ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. 2010 അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ നഗരസഭയിലെ കൗൺസിലറായി. ഇപ്പൊ 2020 വീണ്ടും ആയി. അപ്പൊ ഒരു 15 കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഇവിടെ നഗരസഭയിൽ ഞാൻ കുരുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ശരി. പക്ഷെ എന്റെ കലാ സാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായിട്ടെടുത്തു. കോൺഗ്രസിനൊപ്പമായിരുന്നു ഷൊർണൂർ വിജയന്റെ രാഷ്ട്രീയ യാത്ര. പാലക്കാട് DCC അംഗമായിരുന്നു. 2 തവണ കൗൺസിലർ. 2010-ലും 2020-ലും ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്ര വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി. എന്നാൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2023-ൽ കോൺഗ്രസ് വിട്ടു. ഇപ്പോൾ CPIM-നൊപ്പം. ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നു. പരുത്തിപ്ര, മഞ്ഞക്കാട്, ഗണേശഗിരി വാർഡുകളിലൊന്നിൽ മത്സരിക്കാനായിരുന്നു അവസരം. എന്നാൽ വിജയൻ സ്വമേധയാ പിന്മാറി. കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഒരു വട്ടം ജയിച്ചു കഴിഞ്ഞാൽ അത് MLA ആവട്ടെ, MP ആവട്ടെ, കൗൺസിലർമാരാവട്ടെ, പിന്നെ ആർക്കും വഴിമാറി കൊടുക്കാത്ത ഒരു ദീർഘകാല ചിന്തയുമായി നടക്കുന്ന എനിക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. ഒരു 2 വട്ടത്തോടെ എല്ലാവരും അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞാനും 2 വട്ടം കൗൺസിലറായി. ഇനി മത്സരിക്കുന്നില്ല എന്നങ്ങ് തീരുമാനമെടുത്തു. കാരണം അടുത്ത തലമുറയ്ക്ക് മത്സരിക്കണ്ടേ. നിരവധി പ്രവർത്തകർ സംഘടനകൾക്ക് വേണ്ടി സജീവം, അവർക്കൊക്കെ ഒരു അവസരം കൊടുത്ത് മാറി മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്കും ഇതിനോട് സംഘടനയോട് പ്രാതിനിധ്യം, ജനങ്ങൾക്കും പുതുമയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട്. 2005-ൽ പുറത്തിറങ്ങിയ വെക്കേഷൻ, 2008-ലെ മുകേഷ് നായകനായ ഗോപാലപുരാണം എന്നീ സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് വിജയനായിരുന്നു. ഉനക്കാകെ എൻ കാതൽ, മനസ്സിലൊരു മഞ്ഞുതുള്ളി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പണം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് വിജയൻ ഇപ്പോൾ. 24 പാലക്കാട്. ശബരിമലയിൽ പരിശോധന പൂർത്തിയായി എന്ന വാർത്ത അല്പസമയം മുമ്പ് വന്നിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ SIT പരിശോധന പൂർത്തിയായി. പരിശോധന പുലർച്ചെയാണ് അവസാനിച്ചത്. SIT സംഘം പരിശോധന പൂർത്തിയാക്കി ഇന്ന് മടങ്ങും എന്ന വാർത്ത MG പ്രതീഷ് അറിയിക്കുന്നുണ്ട്. ഈ വാർത്തയുടേതടക്കം കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.